നമസ്കാരം. ഷെഖേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ന്യൂനപക്ഷം എന്നാൽ പ്രബലമായ ഒരു ന്യൂനപക്ഷ വിഭാഗം മാത്രമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ പൊതുവെ നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അതുമല്ലെങ്കിൽ അങ്ങനെയൊരു ധാരണ പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ കാലമായുള്ള ക്രൈസ്തവരുടെ ആവശ്യമായിരുന്നു ക്രൈസ്തവരുടെ പിന്നോക്ക അവസ്ഥ പഠിക്കുവാൻ ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ കമ്മീഷനെ നിയോഗിച്ചു, കമ്മീഷൻ റിപ്പോർട്ടും കൊടുത്തു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല. 5 ലക്ഷത്തിൽ പരം നിവേദനങ്ങളാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷന് ലഭിച്ചത്. കേരളത്തിലെ എല്ലാ രൂപതകളും സഭകളും അവരുടേതായിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. മറ്റു പല റിപ്പോർട്ടുകളെയും പോലെ ഇതും പൂഴ്ത്തി വെച്ചോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്നത്. 2019 ന്യൂനപക്ഷ കമ്മീഷൻ എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടത്തി ക്രൈസ്തവരുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. 5 വർഷം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. കമ്മീഷനെ നിയമിച്ചത് പൊതുഭരണ വകുപ്പായിരുന്നു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷ വകുപ്പിന് കീഴിലേക്കാണ് സമർപ്പിക്കപ്പെട്ടത്. വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തു. എന്നാൽ ഇപ്പോൾ ന്യൂനപക്ഷത്തിലെ ബഹുഭൂരിപക്ഷമായ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയായ വി അബ്ദുറഹ്മാനാണ് അത് കൈകാര്യം ചെയ്യുന്നത്. മുൻപ് KT ജലീൽ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്കാണോ ന്യൂനപക്ഷ വകുപ്പ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവരിലും ഉടലെടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ 80-20 അനുപാതത്തിൽ ഹൈക്കോടതി അനുകൂലമായ വിധി നടപ്പിലാക്കി. ജനസംഖ്യ അനുപാതത്തിൽ വീതിക്കണമെന്ന് വിധിച്ചു. എന്നാൽ ഇന്നത്തെ സർക്കാർ അതിനെതിരെ പരാതിക്കാരന്റെ തന്നെ ചിലവിൽ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്, കേസിന് പോയിരിക്കുകയാണ്. സർക്കാർ നിലപാട് മാറേണ്ടത് അത്യാവശ്യമാണ്. സംവരണ മാനദണ്ഡങ്ങളിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ JB കോശി കമ്മീഷൻ റിപ്പോർട്ട്? കമ്മീഷനെ നിയമിച്ചത് ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നോ? പാലോളിയിലെ ആവേശം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ കാണിക്കാത്തത് എന്ത്? ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഫാദർ സെബിൻ തൂമുള്ളിൽ, സാമൂഹ്യ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, സാമൂഹ്യ നിരീക്ഷകൻ, റോണി അഗസ്റ്റിൻ, കത്തോലിക്ക കോൺഗ്രസ്. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, അങ്ങാണ് ഒരുപക്ഷെ 80-20 അനുപാതത്തിൽ കോടതിയിൽ പോവുകയും അനുകൂലമായ വിധി സമ്പാദിക്കുകയും എല്ലാം ചെയ്ത ഒരാളങ്ങാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയിലേക്ക് സർക്കാർ ആ കേസുമായി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ അനീതി നിറഞ്ഞ ഒരു കാര്യത്തെ ചോദ്യം ചെയ്ത് നമ്മൾ അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കി, ആ വിധിക്കെതിരെ അതേ സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലും ഒരു പ്രീണന രാഷ്ട്രീയം പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? റോബിൻ, ആദ്യമേ തന്നെ നല്ലൊരു ചോദ്യത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് അവസാനം പറഞ്ഞ് നിർത്തിയതിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിയിലേക്ക് JB കോശി കമ്മീഷനെ ഓൾറെഡി എത്തിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അല്ലായിരുന്നുവെങ്കിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കാൻ കാണിച്ച തീഷ്ണത ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ എല്ലാം മൊത്തത്തിലും നടപ്പിലാക്കപ്പെട്ടില്ലെങ്കിലും ഏറ്റവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കുവാനോ ഇല്ലെങ്കിൽ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുവാനോ, നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുവാനോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുവാനോ ഗവൺമെന്റ് തയ്യാറാകുമായിരുന്നു. എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഇവിടെ തീർക്കാനുണ്ട്. 80-20 കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല ചർച്ചകളിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അപ്പീല്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അപ്പീല് പോയിട്ടുണ്ട്. അതിൽ പരാതിക്കാരന്റെ അതായത് അപ്പലൻസിന്റെ 8 അപ്പീലുകളാണ് പെൻഡിങ് നിൽക്കുന്നത് സുപ്രീം കോടതിയിൽ. മറ്റു പലരുടെയും പ്രഷർ അതിനകത്തുണ്ട്. ന്യൂനപക്ഷങ്ങളിലെ പ്രബല മതവിഭാഗത്തിന്റെ സപ്പോർട്ടും പിന്തുണയും അവരുടെ പ്രഷറും അതിന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ 80-20 വിധിക്ക് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിസഭ കൂടി ആ 80-20 അനുപാതത്തെ ജനസംഖ്യാ അനുപാതികമായി മാറ്റുകയും നമുക്ക് 2011 ജനസംഖ്യ പ്രകാരമുള്ള രീതിയിൽ ക്രൈസ്തവ, മുസ്ലിം, അതോടൊപ്പം തന്നെ മറ്റ് 4 ഡിനോമിനേഷനുകൾക്കും വീതം വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം 40.87%, ഏകദേശം 41% ക്രൈസ്തവ സമൂഹത്തിന് കിട്ടുന്നത്. ആ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട വിധിയിലെ ആ
ജനസംഖ്യാനുപാതികമായ അനുപാതം നിരക്കാണ് നിലവിൽ ആ വിധിക്ക് ശേഷം കേരളത്തിൽ തുടരുന്നത്. കാരണം അതിനകത്ത് സ്റ്റേ ഇല്ല. ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് ആ സ്റ്റേ ഇല്ല എന്നുള്ള വിവരം അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ നമുക്ക് 2021 കോടതി വിധിക്ക് ശേഷം ജനസംഖ്യാനുപാതികമായിട്ടാണ് സ്കോളർഷിപ്പുകളുടെ വിതരണം നടക്കുന്നത്. മറ്റു പദ്ധതികളിൽ നേരെ തിരിച്ചാണ്. മറ്റു പദ്ധതികളിലൊന്നും അങ്ങനെ ഒരു അനുപാതത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കോശി കമ്മീഷന്റെ തുടക്കം തൊട്ട് തന്നെ ഈ വലിയൊരു പ്രതിസന്ധി മുന്നിൽ നിൽപ്പുണ്ട്. ഇതിന്റെ പുറകിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ വ്യക്തമായിരുന്നു. കാരണം കോശി കമ്മീഷനെ നിയമിച്ചതിന് ശേഷം ഓഫീസ് പോലും അനുവദിക്കാതെ, ഓഫീസിൽ ഒരു സെക്രട്ടറിയും കൂടെ അനുവദിച്ചിട്ട് അവിടെ ക്ലർക്കുമാരെ അനുവദിക്കാതെ, മറ്റ് സ്റ്റാഫുകളെ കൊടുക്കാതെ, പേപ്പർ വാങ്ങാൻ പോലും പണം കൊടുക്കാതെ ഒരു പ്രിന്റർ 8 മാസക്കാലം ആ കമ്മീഷനെ വെറുതെ നോക്കുകുത്തിയാക്കി നിന്നു. 1 വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട കമ്മീഷനാണ്. അന്ന് മുതൽ തന്നെ ഈ പൊളിറ്റിക്കൽ പ്രഷർ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിലെ പ്രബല വിഭാഗത്തിന്റെ സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അത് നമുക്ക് ഊട്ടി ഉറപ്പിച്ചു തന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നും അത് വീണ്ടും പ്രബല ന്യൂനപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ സാഹിബിലേക്ക് അത് പോയതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളൊരു തെളിവ്. അത്രമാത്രം സമ്മർദ്ദത്തിന് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ പോലും അടിമപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോഴും JB കോശി കമ്മീഷൻ വെളിച്ചം കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ JB കോശി കമ്മീഷന് റെഫറൻസിന് കൊടുത്തത് വിദ്യാഭ്യാസം, ക്ഷേമം അടക്കമുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോൾ ഇത് പര്യാപ്തമായിരുന്നോ എന്നുള്ള ചോദ്യം പോലും നമുക്ക് ശരിക്കും ചോദിക്കേണ്ടി വരികയല്ലേ? ശരിക്കും ഒരു രീതിയിൽ അതിനകത്ത് നമ്മുടെ വിഷയങ്ങൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെങ്കിലും കോശി കമ്മീഷൻ കൃത്യമായിട്ട് എല്ലാ മേഖലകളിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിനെ നമ്മളെ ബലപ്പെടുത്തുന്ന കാരണം അവരുടെ കയ്യിലേക്ക് എത്തപ്പെട്ട 5 ലക്ഷത്തിലധികം പരാതികളാണ്. അതായത് കത്തോലിക്ക സഭ, ക്രൈസ്തവ സമൂഹം മൊത്തത്തില്, രൂപതകള് അല്ലെങ്കിൽ സഭകള് ഒന്നിച്ചും അതോടൊപ്പം തന്നെ വ്യക്തികളും ധാരാളം പരാതികൾ, വളരെ നന്നായിട്ട് പഠിച്ച, വളരെ സ്റ്റാറ്റിക്സ് ഒക്കെ ഉള്ള നല്ല റിപ്പോർട്ടുകള്, നല്ല പഠന രേഖകള് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനപ്പുറത്തേക്ക് ഈ 3 മേഖലകളിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ മേഖലകളിലേക്ക് കോശി കമ്മീഷൻ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവര് മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുന്നത്. കാരണം ഇത് അവരുടെ കൈകളിലേക്ക് എത്തപ്പെടേണ്ടവരുടെ കൈകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതിനകത്തെ കണ്ടന്റും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വെളിച്ചം കാണാതിരിക്കാൻ വേണ്ടി ഈ മറ്റു ഒരു സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേലെ ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോബിൻ. ഓക്കെ. ഫാദർ സെബിൻ തൂമുള്ളിൽ, നമുക്കൊരു ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ക്രിസ്ത്യൻ സമുദായം എല്ലാ മേഖലകളിലും, അത് ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ജോലിക്കുള്ള സാധ്യതകൾ കുറയുന്നു. നമ്മുടെ ആളുകൾ ധാരാളമായി വിദേശത്തേക്ക് പോകുന്നു. ഇപ്പോൾ മുസ്ലിം ജനസംഖ്യ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെയല്ല, ക്രിസ്ത്യൻ ജനസംഖ്യ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തിരിച്ചിങ്ങോട്ട് വരാനുള്ള സാധ്യതകളില്ല. അതുപോലെ അതുകൊണ്ട് തന്നെ ജനസംഖ്യാപരമായി കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലകൾ, ഇപ്പോൾ തീരദേശമാണെങ്കിലും അതുപോലെ തന്നെ കൃഷിയാണെങ്കിലും അങ്ങനെ പല മേഖലകളും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ച് ഇവർ പഠിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റുള്ളവരെ കഴിഞ്ഞും ഉന്നതി നമുക്കുണ്ടാകാം. കാര്യമായിട്ട് എത്രത്തോളം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബെനഫിറ്റ് നമുക്ക് തന്നതുകൊണ്ട് നേട്ടങ്ങൾ എന്തോരം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തി വെക്കാനുള്ള സാധ്യതകളും അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള സാധ്യതകളും എത്രത്തോളമാണ് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? JB കോശി കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവർ വലിയ പ്രാധാന്യത്തോടുകൂടെ കണ്ട ഒരു കാര്യം, ഒരു കമ്മീഷനാണ്. കാരണം ക്രൈസ്തവ സമൂഹം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള സാധാരണ മനുഷ്യന്റെ സാധാരണ ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് ക്രിസ്ത്യാനികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം അവരുടെ വരുമാന തോത് പോലും വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ചിലവിനോട് അനുപാതികമായിട്ടുള്ള വരുമാനം ഉണ്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലൂടെ അർഹിക്കപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള
സാധ്യത പോലും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് സംവരണ വിഷയത്തിലാണ് അത് വരുന്നത്. മറ്റൊരു കാര്യം, ന്യൂനപക്ഷങ്ങളാണ് എന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് തയ്യാറായത്. അത് ഈ മണിപ്പൂർ വിഷയം വന്നപ്പോഴാണ്. അതുവരെയും ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രബല ന്യൂനപക്ഷം മാത്രം. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണെന്ന് ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിച്ചത് ഈ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകാൻ ഇവിടെ ഒരു മണിപ്പൂർ വിഷയം വരേണ്ടി വന്നു. ഇത് ഇങ്ങനെ ഒത്തിരിയേറെ പശ്ചാത്തലങ്ങൾ ഈ JB കോശി കമ്മീഷൻ പഠനം നടക്കുന്ന സമയത്ത് ക്രൈസ്തവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് 5 ലക്ഷത്തിലധികം വരുന്ന നിവേദനങ്ങൾ കൃത്യമായിട്ടും ഈ കമ്മീഷന് മുൻപിൽ എത്തിയതും. ജില്ലാ അടിസ്ഥാനത്തിൽ സിറ്റിങ്ങുകൾ വെച്ചപ്പോ ക്രൈസ്തവ സമൂഹം വലിയ പ്രതീക്ഷയോടെ തീക്ഷ്ണതയോടുകൂടെ കമ്മീഷന് മുൻപിൽ അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഉയർത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ 80:20 അനുപാത വിഷയം ഹൈക്കോടതിയിലേക്ക് എത്തുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് കേരളത്തിലെ സാധാരണ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ അസംഘടിതരാണ് എന്നും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട് എന്നും അവർക്ക് പോലും ബോധ്യമായത്. ഒരുപക്ഷെ സഭാ നേതൃത്വം പോലും പുരോഹിതരടങ്ങുന്ന ആളുകൾ പോലും ഈ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ഊന്നിയത് ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ്. അതിന് പ്രിയപ്പെട്ട ജസ്റ്റിൻ വക്കീലിനെയും അതുപോലെ അമൽ സിറിയക്കിനെയും ഞാൻ അഭിനന്ദിക്കുകയും നന്ദിയോടുകൂടെ ഓർക്കുകയും ചെയ്യാം. എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ന്യായം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഈ 80:20 അനുപാതം ജനസംഖ്യാനുപാതികമായിട്ടുള്ള 60-40 എന്ന തോതിലേക്ക് വർദ്ധിച്ചു എന്നതിൽ മാത്രമാണ്. അതില് അനീതി, അതിന്റെ വലിയ അനീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ നമ്മളെ ഭരിക്കുന്ന സർക്കാർ നമ്മളുടെ ടാക്സ് എമൗണ്ട് മേടിച്ച് തന്നെ ഈ ക്രൈസ്തവർക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് കേസിന് പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റിംഗ് കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അസ്വസ്ഥപ്പെടുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടു. അവര് അസ്വസ്ഥപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ പാലൊളി മുഹമ്മദ് കുട്ടി കമ്മീഷന്റെ റിപ്പോർട്ട്, സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഈ പാലൊളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു വെച്ചതനുസരിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായം വലിയ രീതിയിൽ അവരുടെ പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ആ സമുദായത്തെ വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പരിഗണന ഗവൺമെന്റ് നൽകണം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചതും ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സ്കോളർഷിപ്പ് കൊണ്ടുവന്നതും എന്നാണ് അവരുടെ ഭാഷ്യം. പക്ഷെ അത് തന്നെ ഭരണഘടന, അങ്ങനെ പറയുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഭാരതത്തിൽ ഒരു ന്യൂനപക്ഷ കമ്മീഷൻ കൊണ്ടുവരികയും ആ കമ്മീഷന്റെ കീഴിൽ ഒരു മതവിഭാഗത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് തെറ്റാണ് എന്ന് വളരെ കൃത്യമായിട്ടും ഈ ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം സമുദായത്തിന്റെ സംഘടനാ നേതാക്കൾ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിലുള്ള സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശത്ത് അവിടെ നിൽക്കുന്നു. ഇനി എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധി? കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, ന്യൂനപക്ഷ വിഭാഗം എന്ന നിലയിൽ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇവിടെയുള്ള രാഷ്ട്രീയക്കാരോ ഗവൺമെന്റ് സംവിധാനങ്ങളോ ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഈ 80:20 അനുപാതത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ എത്ര സഹായ പ്രസ്ഥാനങ്ങളുണ്ട് ഈ ന്യൂനപക്ഷ സമൂഹങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. അതിലൊരു ഉദാഹരണം, ഒരു കാര്യമാണ് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ. ഞാന് വളരെ കൃത്യമായിട്ടും ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഒരു 3 വർഷം മുൻപാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലും താമരശ്ശേരി രൂപത KCYM-ന്റെ നേതൃത്വത്തിലുമാണ് ഈ വിഷയം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമം നടത്തിയത്. 3 വർഷം മുമ്പ് താമരശ്ശേരി രൂപത KCYM ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന് മുൻപിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തി ഈ വിഷയത്തെ അതിൽ നേരിടുന്ന അനീതി എന്താണെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു. അതേ തുടർന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം ഈ വിഷയത്തിൽ നടത്തിയപ്പോൾ മനസ്സിലായ കാര്യം, 2016 മുതൽ 2020 വരെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന്
കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മതസമൂഹങ്ങൾ, അതിൽ മുസ്ലിം സമൂഹമുണ്ട്, ക്രിസ്തീയ സമൂഹമുണ്ട്. ഈ സമൂഹങ്ങൾക്ക് മതം തിരിച്ചിട്ട് ഉള്ള ലോണിന്റെ അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് കിട്ടിയത് 94 കോടി രൂപയായിരുന്നപ്പോ ക്രിസ്ത്യൻ സമുദായത്തിന് കിട്ടിയത് ആകപ്പാടെ ഏകദേശം 40 കോടി രൂപ മാത്രമായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായത്, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈ ധനകാര്യ കോർപ്പറേഷനിലേക്ക് ഫോൺ വിളിച്ച് ലോണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയോ ലോൺ ഇല്ല എന്നൊക്കെ പറയുകയോ ചെയ്ത് ഈ ലോൺ കൊടുക്കാതിരിക്കുന്ന ഒരു സംഘടിത ശ്രമം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ അതിനുശേഷം വന്നൊരു കാര്യം പറയാം. അതിനുശേഷം വളരെ കൃത്യമായിട്ടും ഈ ധനകാര്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകി. പലരും നിരാശപ്പെട്ടിരുന്നവരോട് നിങ്ങൾ ലോണിന് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് 2021-22 സാമ്പത്തിക വർഷത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഏകദേശം 12 കോടിയോളം രൂപ നമുക്ക് ലോൺ ആയിട്ട് ലഭിച്ചു. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തത്തുല്യമായിട്ടുള്ള ലോൺ തുക ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, കൃത്യമായിട്ടും ഒരു ഇടപെടൽ ഉണ്ടായപ്പോ ഈ ഒരു കാര്യത്തിൽ വ്യത്യാസം വന്നു. ഈ ഒരു കാര്യം ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ വന്ന മാറ്റമാണ്. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു മന്ത്രിയിലേക്ക് ഈ വകുപ്പ് മാറി. പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ പഴയ പതിവ് തുടരുന്നതാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്വേഷിക്കുമ്പോൾ MD ഇല്ല എന്നും ജനറൽ മാനേജർ ഇല്ല എന്നും ഒക്കെ പറയുന്നു, ഫണ്ട് ഇല്ല എന്ന് പറയുന്നു. ഏറ്റവും വലിയൊരു അപകടം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടുന്ന് വിദ്യാഭ്യാസ ലോൺ എടുത്ത ആദ്യ ഗഡു കിട്ടി, പിന്നീട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡുക്കൾ കിട്ടാതെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം കമ്മീഷന്റെ സിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒരു MD-യെ നിയമിച്ചിട്ടുണ്ട്. ആ MD-യും ഏത് മതവിഭാഗത്തിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ വീണ്ടും ഇതിന്റെ അകത്ത് ചില ഉള്ളറകളിലെ കളികൾ എന്താണെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മളുടെ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം. ഈ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പ്രാദേശികമായി ഏതെങ്കിലും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ടോ എങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു 50% മുകളിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവിടെയുള്ള ന്യൂനപക്ഷ മതസമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുക. അങ്ങനെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഒക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവത്തിൽ അതിലേക്ക് റെപ്രസെന്റേഷൻ പോകേണ്ടതുണ്ട്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ജില്ലകളെയും ഒക്കെ എടുത്തിട്ടൊന്ന് പരിശോധിക്കുക. അവിടെ എവിടെയാണ് ഈ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിൽ ഒരു 10% ക്രൈസ്തവർക്ക് പ്രാതിനിധ്യമുള്ളത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതിന്റെ ഒന്നും കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുന്നില്ല. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ, നമ്മളുടെയൊക്കെ ജില്ലകളിലെ ഇതിന്റെ ആനുപാതികതയെ വിലയിരുത്തുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ അനീതി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ പറയുന്നു നമ്മളുടെ കുട്ടികൾക്കാർക്കും സംവരണം PSC പോലെയുള്ള പരീക്ഷകളിലേക്ക് അവർക്ക് വരാൻ കഴിയുന്നില്ല, അവർക്ക് സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഈ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ സൗജന്യ PSC കോച്ചിങ് സെന്ററുകളുണ്ട്. കേരളത്തിൽ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ആരംഭിച്ചിരിക്കുന്ന സൗജന്യ PSC കോച്ചിങ് സെന്ററുകളിൽ എത്ര എണ്ണം ക്രൈസ്തവ സമൂഹത്തിന് പ്രാപ്യമായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. മലപ്പുറം ജില്ലയിൽ തന്നെ 7ഓളം സെന്ററുകളും അതേ തുടർന്ന് അതിന്റെ ഇരട്ടിയോളം സബ് സെന്റേഴ്സും ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ 2 സെന്ററുകളും പിന്നെ 4-5 സബ് സെന്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഈ മുസ്ലിം മതസമൂഹത്തിന്റെ ആരാധനാലയങ്ങളോട് ചേർന്ന്, അതല്ലെങ്കിൽ അവരുടെ മതപഠന കേന്ദ്രങ്ങളോട് ചേർന്നാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് മറ്റ് മതവിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പോകാനോ അവിടെ പഠിക്കാനോ ഉള്ള ഒരു ആശങ്കകൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോ കാലങ്ങളായി കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളും വിവിധ രൂപതകളും ഒക്കെ ഈ PSC കോച്ചിങ് സെന്ററുകൾ ഈ ക്രൈസ്തവർക്കായിട്ട് അനുവദിച്ചു നൽകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ
എവിടെയും ഇതുവരെയും അനുവദിച്ച് കിട്ടിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി 11 സബ് സെന്ററുകൾ കൂടെ അനുവദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ ഒരെണ്ണമെങ്കിലും കേരളത്തിലെ ക്രൈസ്തവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കിട്ടുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മൾ ഈ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ പ്രതിസന്ധികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, JB കോശി കമ്മീഷൻ അടിയന്തരമായിട്ട് പുറത്തുവിട്ടേ തീരൂ. കാരണം എന്താണ്? JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടിൽ നമ്മൾ വിവിധ രൂപതകളും വിവിധ സംഘടനകളും ക്രൈസ്തവർക്കിടയിൽ ഒരു പഠനം നടത്തിയപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഒരു ഇൻവിസിബിൾ പോവർട്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നയനഗോചരമല്ലാത്ത ദാരിദ്ര്യം. എന്താണ് അതിനർത്ഥം? അതായത് ഒരുപക്ഷെ വലിയ വീടുകൾ ഉണ്ടാകാം, കാറുകൾ ഉണ്ടാകാം, പക്ഷേ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ബാങ്കിലെ ലോൺ എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ നമ്മൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ സർക്കാർ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിലവിൽ ഇന്ന് ജോലി ചെയ്യുന്ന എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ ക്രൈസ്തവരുടെ ഇടയിൽ നിന്നുണ്ട്, അവരിൽ എത്ര ശതമാനമാണ് ക്രൈസ്തവരുള്ളത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും സർക്കാരുകൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ ഒരു മതവിഭാഗത്തെ മുഴുവൻ എടുത്തു വെക്കുകയും അത് മുസ്ലിം മതത്തിന്റെ ആണെങ്കിൽ അവർക്ക് ഒരു മതവിഭാഗത്തെ മുഴുവനായിട്ട് അങ്ങ് എടുത്തു വെച്ചിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അതേസമയം മറ്റ് മതസമൂഹം, ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ പിന്നാക്കമെന്നും മുന്നാക്കമെന്നും ഒക്കെ തിരിച്ച് അവര് കണക്കുകൾ പുറത്തുവിടുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയമുണ്ട്. ഒരു ഭരണഘടനാ വിരുദ്ധത നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഭരണഘടനാ വിരുദ്ധത എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ന്യൂനപക്ഷങ്ങളെ യാതൊരു വിധത്തിലും മുന്നാക്കമെന്നോ പിന്നാക്കമെന്നോ തിരിക്കാൻ പാടില്ല എന്നുള്ളത് ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റിൻ വക്കീലിന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ കഴിയുമായിരിക്കും. കാരണം ന്യൂനപക്ഷത്തെ നിർണ്ണയിക്കുന്നത് ഒരിക്കലും സാമ്പത്തിക സ്ഥിതിയല്ല, ന്യൂനപക്ഷത്തെ നിർണ്ണയിക്കുന്നത് സാമൂഹിക സ്ഥിതിയല്ല, ന്യൂനപക്ഷത്തെ നിർണ്ണയിക്കുന്നത് ജനസംഖ്യ ആണ്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹം മാറ്റപ്പെട്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളെ മുന്നാക്ക ന്യൂനപക്ഷമെന്നും പിന്നാക്ക ന്യൂനപക്ഷമെന്നും തരംതിരിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നാൽ ഡിഗ്രി മുതലുള്ള പഠനങ്ങളിൽ അത് വരും. കേരളത്തിൽ എത്രയോ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രൈസ്തവർക്കുണ്ട്. അതിന്റെ ഇരട്ടിയോളം ഒരു പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലെ ലത്തീൻ വിഭാഗത്തെ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളെയും മുന്നാക്ക ന്യൂനപക്ഷം എന്ന തരംതിരിവ് കാട്ടി ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ 10% ചുരുക്കിയിരിക്കുകയാണ്. 10% ചുരുക്കുമ്പോൾ ബാക്കിയുള്ള മുസ്ലിം വിഭാഗത്തെയും അതേപോലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തെയും മാത്രം അവർക്ക് പിന്നാക്ക ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് 20% അവർക്ക് കമ്മ്യൂണിറ്റി കോട്ട അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. അതായത് പ്രശ്നം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഭരണഘടന പറയുന്നത് ആ സമൂഹത്തിന്റെ വിശ്വാസം, ആചാരം, പാരമ്പര്യം, സംസ്കാരം, ചരിത്രം, ഭാഷ എന്നിവ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അപ്പൊ ഇത് ആർക്കാണ് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്? അവിടെ പഠിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ്. ആ കമ്മ്യൂണിറ്റിയിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളിലെ 10% ആളുകൾക്ക് ഈ അവിടെ പഠിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഈ ന്യൂനപക്ഷ അവകാശം നൽകിയിരിക്കുന്നത്? അത് നമ്മൾ കൃത്യമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. വലിയ അനീതിയാണ് ആ മേഖലയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വലിയ രീതിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ വളരെ കൃത്യമായിട്ടും ഈ ആളുകളുടെ പരാധീനത വളരെ കൃത്യമായിട്ടും നിവേദനങ്ങളിലൂടെ സിറ്റിംഗിന്റെ സമയത്തും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. കമ്മീഷൻ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവർ എന്ന സ്ഥിതിഗതി കൂടെ കണക്കാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവമായിട്ട് ഇതിനെ തമസ്കരിക്കാൻ,
ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുന്നതിന് പിന്നിൽ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ തകർക്കുക എന്നുള്ള വലിയ ലക്ഷ്യമുണ്ട്. അത് തകർന്നത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയാം. കേരളത്തിൽ ഇന്ന് വലിയ ശതമാനം യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? കാരണം കേരളത്തിൽ അവർക്ക് നിലനിൽപ്പില്ല. അവരാഗ്രഹിക്കുന്ന ഒരു കോളേജിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അവരാഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്താൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ക്രൈസ്തവരായിട്ടുള്ളവർ പുറത്തേക്ക് പോയി ഈ നാട്ടിൽ ക്രൈസ്തവർ ഇല്ലാതായി തീരുന്ന ഒരു അപകടം, അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു അപകടം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തുവിടുകയും ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിന് കമ്മീഷൻ വഴി ലഭ്യമാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫാദർ ശ്രീ റോണി അഗസ്റ്റിൻ, നമുക്കറിയാം ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുന്നു, പാലോളി കമ്മീഷൻ അടക്കമുള്ള കമ്മീഷനുകളെ നിയോഗിക്കുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നു, വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇങ്ങനെ ഈ രീതിയിൽ കാണിച്ച ഒരു ആവേശം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കാണിക്കാത്തത്, ഗവൺമെന്റിന് കാണിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യം തന്നെയാണത്. കാരണം ഇപ്പോഴത്തെ ഈ പശ്ചാത്തലത്തില് കഴിഞ്ഞ ദിവസം ജൂലൈ 2-ാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ധർണയും പ്രകടനവും നടത്തി. ജൂലൈ 3-ാം തീയതി ദുക്രാന തിരുനാളിന്റെ ദിനത്തിൽ തൃശൂർ അതിരൂപതയിലെ എല്ലാ ഇടവകളിലും അവകാശ ദിനാചരണം നടത്തി. അതോടൊപ്പം തന്നെ തൃശൂർ കളക്ടറേറ്റിലേക്ക് ധർണയും ഒക്കെ നടത്തിയത് ഒരൊറ്റ ആവശ്യം മാത്രം ഉന്നയിച്ചുകൊണ്ടാണ്: JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടുക, അത് നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങയുടെ ചോദ്യവും ഇതും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടെന്നാല് 1992 രാജ്യത്ത് ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ സ്പീഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിനുശേഷം 13 വർഷങ്ങൾക്ക് ശേഷം 2005 ശ്രീ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് 7-അംഗ കമ്മീഷൻ, അതായത് ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ കമ്മിറ്റി അദ്ദേഹത്തെ അധ്യക്ഷനാക്കി വെച്ചുകൊണ്ട് 7-അംഗ കമ്മീഷനെ സച്ചാർ കമ്മിറ്റി, അതായത് രാജ്യത്തെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി സച്ചാർ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഒരു വർഷത്തിന് ഉള്ളിൽ രാജ്യത്തിലെ മൊത്തം മുസ്ലിങ്ങളുടെ, അതായത് വിവിധ മേഖലകളിൽ നിന്ന് റാൻഡം ആയിട്ടുകൊണ്ട് ഇവർ പഠിച്ചുകൊണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയുണ്ടായി. അതിന്റെ ചുവട് പിടിച്ച് അത് കേരളത്തിൽ സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ, അതായത് അച്യുതാനന്ദൻ സർക്കാർ 2007 ഒക്ടോബർ 15-ാം തീയതി, ഞാൻ ഓരോ വർഷവും പറയുന്നതിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്ടോബർ 15-ാം തീയതിയാണ് പാലോളി മുഹമ്മദ് കുട്ടിയെ കമ്മീഷൻ അംഗമാക്കി വെച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ നിയോഗിച്ചത്. തുടർന്ന് 2008 മെയ് 6-ാം തീയതി, അതായത് 2007 ഒക്ടോബർ 15-ാം തീയതി കമ്മീഷൻ നിയോഗിച്ചു. 7 മാസങ്ങൾക്കുള്ളിൽ 2008 മെയ് 15-ാം തീയതി, മെയ് 6-ാം തീയതി കമ്മീഷന്റെ, പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചു. ആ മെയ് മാസം ഈ റിപ്പോർട്ട് കമ്മീഷൻ മുമ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ന്യൂനപക്ഷ സെല്ല് ആരംഭിച്ചു കേരളത്തിൽ. അത് ഈ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെയും ജസ്റ്റിൻ വക്കീൽ പറഞ്ഞതുപോലെയും അതൊരു വിഭാഗത്തിന്റെ ആവശ്യമാണെന്നുള്ള രീതിയിൽ അത് കൊണ്ടുവരുന്നതിന് വേണ്ടി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ, 1 മാസം മുമ്പ് തന്നെ ന്യൂനപക്ഷ സെല്ല് കേരളത്തിൽ ആരംഭിച്ചു. 2007 ഈ സംഭവങ്ങൾ നടക്കുന്നത്, 2008. തുടർന്ന് വിവിധ ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെയൊക്കെ ചുവട് പിടിച്ചും കമ്മീഷനിലൂടെ ന്യൂനപക്ഷ സെല്ലിലൂടെയൊക്കെ നടക്കുകയും ന്യൂനപക്ഷ ഡയറക്ടറേറ്റ് ആയിട്ട് പിന്നീട് ഇതിനെ മാറ്റുകയൊക്കെ ചെയ്തു. അതിനുശേഷം നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു, ഇവിടെ PSC കോച്ചിങ് സെന്ററുകളൊക്കെ ആരംഭിക്കുന്നത്. ഒരു 98% PSC കോച്ചിങ് സെന്ററുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ ചുവട് പിടിച്ചിട്ട് മുസ്ലിം കേന്ദ്രങ്ങളോ അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2011 മുതൽ
സ്കോളർഷിപ്പുകളിൽ 80:20 എന്നുള്ളൊരു അനുപാതം തെറ്റാണെന്ന് നമ്മുടെ സമുദായ അംഗങ്ങളും നേതാക്കളും ഒക്കെ അന്ന് തൊട്ടേ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നിരുന്നു. പക്ഷേ തുടർച്ചയായി ഇത് ആവശ്യപ്പെട്ട് വന്നപ്പോഴാണ് ഒന്നാം പിണറായി സർക്കാർ 2020 നവംബർ 5-ന്, അതിന് കാരണമുണ്ട്, 2021 മെയ് മാസം ഇവിടെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ സമയത്താണ് 2020 നവംബർ 5-ാം തീയതി ജസ്റ്റിസ് JB കോശി കമ്മീഷനെ, മൂന്നാം കമ്മീഷനെ നിയോഗിക്കുന്നത്. എന്താണ് ആവശ്യം? സച്ചാർ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പശ്ചാത്തലത്തിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ, ഇത് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ഇത് കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി, അവരുടെ 3 മേഖലകളെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് JB കോശി കമ്മീഷന് 2020 നവംബർ 5-ന് സർക്കാർ സ്ഥാപിച്ചത്. തുടർന്ന് 2.5 വർഷം എടുത്തു JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാനത്തിന് സമർപ്പിക്കാൻ. അതിൽ 2 കാരണങ്ങളുണ്ട്. സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായില്ല. നേരത്തെ ജസ്റ്റിൻ വക്കീൽ പറഞ്ഞതുപോലെ ഒരു പേപ്പർ പോലും, പ്രിന്റ് എടുക്കാനുള്ള പേപ്പർ പോലും ഓഫീസ് സെക്രട്ടറിമാരെ പോലും അനുവദിച്ചു കൊടുക്കാതെയൊക്കെ നീണ്ടുപോയിരുന്നു. എങ്കിൽ തന്നെയും വിവിധ രൂപതകൾ, ചങ്ങനാശ്ശേരി രൂപത, തൃശ്ശൂർ രൂപത, താമരശ്ശേരി രൂപത, വിവിധ രൂപതകള് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ രൂപതകളും ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠനങ്ങൾ നടത്തി, തൃശ്ശൂരുള്ള ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സർവേകൾ നടത്തി വളരെ വിദഗ്ധമായ പഠന റിപ്പോർട്ടുകൾ JB കോശി കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ആ നേരത്തെ പാലോളി മുഹമ്മദ് കുട്ടി സമർപ്പിച്ചുള്ള 7 മാസം കൊണ്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രീ ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ട് എന്ന് ഞാൻ അതിനെ മനസ്സിലാക്കുള്ളൂ. കാരണം കേരളത്തിലെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും 5 വിഭാഗങ്ങളുള്ളവരും പിന്നോക്കാവസ്ഥയിലാണെന്നാണ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് കമ്മീഷനിലൂടെ. പക്ഷെ അതിവിടെ വന്നപ്പോൾ JB കോശി കമ്മീഷൻ എന്താണ് ചെയ്തത്? കേരളത്തിലെ വിവിധ സമുദായങ്ങളെ, ക്രൈസ്തവ സമുദായത്തിലെ വിവിധ അവാന്തര വിഭാഗങ്ങളുമായിട്ട് സിറ്റിങ്ങുകൾ നടത്തുകയും പഠനങ്ങൾ നടത്തുകയും 5 ലക്ഷത്തോളം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പഠിച്ച് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് 2023 മെയ് മാസം സർക്കാരിന് സമർപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ 2.5 വർഷത്തെ പഠനങ്ങൾ നടക്കുന്നത്. വീണ്ടും അത് സർക്കാർ പൂഴ്ത്തിവെക്കുന്ന അവസരത്തിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും ആക്ഷേപങ്ങൾ വന്നു. ഇത് പുറത്തുവിടാനോ പ്രസിദ്ധീകരിക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്ത് ചെയ്തു? 2023 ഒക്ടോബർ 20-ാം തീയതി ഇത് വിവിധ വകുപ്പുകളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി അയച്ചു. നേരത്തെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് 7 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൊടുക്കുകയും വിത്തിൻ മന്ത്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്ത് വിവിധ സെല്ലുകൾ ആരംഭിച്ച് വിവിധ പ്രോജക്റ്റുകൾ ആരംഭിച്ച് നടപ്പിലാക്കിയ കേരളത്തിലാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിവിധ വകുപ്പുകൾക്ക് പിന്നെയും പഠിക്കാൻ കൊടുത്തു. ആ പഠിക്കാൻ കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടി കൊടുത്തിരുന്നു. 2 ആഴ്ചയ്ക്ക് അകം ഇത് നടപ്പിലാക്കുന്നതിനുള്ള ശുപാർശകൾ തിരികെ നൽകണമെന്ന്. 2023 ഒക്ടോബർ 20-ാം തീയതി കൊടുത്ത നിർദ്ദേശം അത് വീണ്ടും അതവിടെ പെട്ടിയിൽ അടച്ചു വെച്ചു, ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും എന്താണ്, ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു? 2024 മാർച്ച് 2-ാം തീയതി സർക്കാർ ഒരു കാര്യം കൂടി ചെയ്തു. നമ്മുടെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും പൊതുഭരണ വകുപ്പ് സെക്രട്ടറി, ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ഇതിനെ വീണ്ടും ഒരു കമ്മിറ്റിക്ക് പഠിക്കാൻ വെച്ചു. എന്നിട്ട് അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ്? പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള പശ്ചാത്തലമാണ് അതുണ്ടായത്. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? മാർച്ച് മാസം കഴിഞ്ഞ്, ഏപ്രിൽ കഴിഞ്ഞ്, മെയ് കഴിഞ്ഞ്, ജൂൺ കഴിഞ്ഞ്, ജൂലൈ ആയി. അപ്പോൾ ആ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു പൊറാട്ട നാടകം കളിച്ചതുപോലെയാണ് എനിക്കിതിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു ക്രിസ്ത്യൻ പ്രീണനം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രീണനമല്ല, ക്രിസ്ത്യൻ കപട സ്നേഹം പ്രകടിപ്പിച്ചതാണോ എന്ന് സംശയിക്കേണ്ടി വന്നു. ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. 2020 ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചു. 2021 ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളൊരു കാര്യം. അത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ്, ആ കമ്മീഷനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പിന്തുണ കിട്ടിയപ്പോൾ എന്തുണ്ടായി? അവർക്ക് ജയിക്കാൻ സാധിച്ചു. 2ാമത് പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോഴും ഇതുപോലെ ഒരു കമ്മീഷനെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയെ പഠിക്കാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു കപട സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി?
വിവിധ ജില്ലാ കമ്മിറ്റികൾ എന്തുകൊണ്ടാണ് CPM-ന്റെ തോൽവി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് LDF-ന്റെ തോൽവിയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തിയപ്പോൾ അല്ല അവരുടെ ചർച്ചകൾ എന്തുണ്ടായത്? പ്രീണനം അധികമായി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില വിഭാഗങ്ങളെ, ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ അവഗണിച്ചപ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളെയും ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ അവഗണിച്ചപ്പോൾ ഇവിടെ നടന്ന പ്രീണനത്തിനെതിരെ ബോധവാന്മാരായ വോട്ടർമാര് കൃത്യമായി ഇടപെടൽ നടത്തി. ക്രൈസ്തവ വിഭാഗം ഈ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ പ്രക്ഷോഭ പരിപാടികളിലേക്കാണ് ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവിധ രൂപതകൾ ഈ ഒരു വിഷയം ഇതിപ്പോൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സർക്കാരിന്റെ ഈ പ്രീണനത്തിലൊന്നും നമ്മൾ ഇടപെടില്ല. ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അപ്പോൾ അതുവരേക്കും ഇത് നീട്ടിക്കൊണ്ടുപോകും. ആ ഒരു ഇടപെടൽ അതിൽ നിന്ന് മാറണം സർക്കാർ. സർക്കാർ ജനാധിപത്യ സർക്കാരാണ്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ സർക്കാരല്ല ഇത്. ജനാധിപത്യ സർക്കാരാകുമ്പോൾ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഏതെങ്കിലും ഒരു മതകക്ഷികൾക്ക് വേണ്ടി പ്രീണനം നടത്തുന്നത് എന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചോ അല്ലെങ്കിൽ അതൊരു കപട സ്നേഹമായിരുന്നോ എന്നുള്ളതിനെ പറ്റി എനിക്ക് പ്രാരംഭത്തിൽ പറയാനുണ്ട്. ഓക്കെ ശരി. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, നമുക്കറിയാം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ന്യൂനപക്ഷ മന്ത്രി പറയുന്നത് അത് പഠനം നടത്തുകയാണ്, അതിനെ പ്രതി ചർച്ചകൾ നടത്തുകയാണ്, ഇങ്ങനെ പല ഉത്തരങ്ങളും പറഞ്ഞു. ഈ സർക്കാർ എന്നെങ്കിലും പഠനം നടത്തിയും ചർച്ചകൾ നടത്തിയും ഇത് ഒരു നീക്കുപോക്കിൽ എത്തിക്കും എന്ന് തോന്നുന്നുണ്ടോ? റോബിനെ, നമ്മള് കടന്ന് കുറെ നിലവിളിക്കും, കുറച്ചു കഴിയുമ്പോൾ നമ്മളതങ്ങ് മറക്കും. ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഒരാവേശത്തിൽ കുറച്ചു കാലം ഇറങ്ങും, പിന്നെ അങ്ങ് നിർത്തും. ഇത് തന്നെയാണ് സർക്കാരുകൾക്ക് നമ്മുടെ മേലെയുള്ള, അല്ലെങ്കിൽ വിവിധ ഗവൺമെന്റുകൾക്ക് നമ്മുടെ മേലെയുള്ള വിജയത്തിന് കാരണം. നമ്മൾ എന്നും പരാജയപ്പെട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തന്നെ പരാജയമാണ്. ഞാനൊന്ന് പറയട്ടെ, ഈ ഒരു വിഷയത്തിലെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ, ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഈ വിഷയത്തിൽ പോലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്നിച്ചു നിന്ന് സംഘടിതമായി എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മൂവ്മെന്റ് എന്തെങ്കിലും നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതാണ് നമ്മുടെ പരാജയം. അതേസമയം ഈ പറയുന്ന ഈ പാലോളി കമ്മിറ്റി, സച്ചാർ കമ്മിറ്റി ആയാലും പാലോളി കമ്മിറ്റി ആയാലും മറ്റെന്ത് കാര്യങ്ങളാണേലും മുസ്ലിം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അവരുടെ ഇടയിൽ ആയിരക്കണക്കിന് വിഭാഗീയ ചിന്തകളും വിഘടനവാദങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം മറന്ന് അവരുടെ സമൂഹത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കും. ആ ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ കടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന വസ്തുതകൾ പോലും മനസ്സിലാക്കാതെ കടന്ന് നിലവിളിക്കുന്ന വിഭാഗങ്ങൾ ഫീൽഡിലിറങ്ങി ഒരു സമരപന്തലിലേക്ക് വരാനോ സമരം ചെയ്യുവാനോ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കോ ജില്ലാ കേന്ദ്രങ്ങളിലേക്കോ നടത്തപ്പെടുന്ന ധർണകളിലേക്ക് പോലും പങ്കെടുക്കാൻ പറ്റാതെ മാറി നിൽക്കുകയാണ്. അതിനെ അവർ വിമർശിക്കും. സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ ഉള്ളൂ. ഇതാണ് ക്രൈസ്തവരുടെ ഈ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. JB കോശി കമ്മീഷനാണേലും നമ്മുടെ നിരന്തരമായ മറ്റാവശ്യങ്ങളാണേലും EWS വിഷയമാണെങ്കിലും ഒക്കെ ഗവൺമെന്റ് ഇപ്പോഴും ക്രൈസ്തവ സമൂഹത്തിന്റെ ബഹളങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും നിവേദനങ്ങൾക്കും പുറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ ഇടയിൽ നമ്മൾ സംഘടിതരല്ല എന്നും നമ്മൾ ക്രൈസ്തവ സമൂഹം ഭിന്നിച്ചാ നിൽക്കുന്നതെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. ആ നിലപാട് തിരുത്തി കാണിച്ചു കൊടുക്കാൻ പറ്റാതെ സംഘടിതമായിട്ട് ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം JB കോശി കമ്മീഷനല്ല മറ്റ് ഇതുപോലുള്ള നൂറുകണക്കിന് ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്കത് നേടിയെടുക്കുന്നതിൽ 100% വിജയിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റുകയില്ല. കാരണം നമ്മൾ സംഘടിതരല്ല. നമ്മളപ്പോഴും ഓരോ കാര്യത്തിലും നമ്മൾ ഭിന്നിച്ചാ നിൽക്കുന്നത്. അത് മാറ്റപ്പെടണമെങ്കിൽ ഇവിടെ ക്രൈസ്തവ സമൂഹം എല്ലാ ഡിനോമിനേഷനുകൾക്കും അതീതമായിട്ട് എല്ലാവരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും, അവരെല്ലാവരും ഒന്നിച്ച്, ക്രിസ്ത്യാനികളെല്ലാവരും ഒന്നിച്ച് നിന്ന് പോരാടാൻ തയ്യാറാണെങ്കിൽ ഇത് മേടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സംഘടിത ശക്തി മുമ്പിലേക്ക് ചെല്ലും, ഗവൺമെന്റുകളുടെ മുമ്പിലേക്ക് ചെല്ലും. അടുത്ത ഇലക്ഷനുകൾക്ക് ചൂണ്ടുപലകയായിട്ട് നമ്മൾ സംഘടിക്കുന്നുണ്ട്, സംഘടിച്ചു വരുന്നുണ്ട്. ഇത് നമുക്ക് ദോഷം ചെയ്യുമെന്ന ചിന്ത എല്ലാവർക്കും കിട്ടും. ഇതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ സംഘടിതമല്ലാത്ത, ഞങ്ങൾക്കൊരിക്കലും വോട്ട് ബാങ്ക് ആയിട്ടും മാറാൻ സാധ്യതയില്ലാത്ത ഒരു വിഭാഗത്തിന്റെ ആവശ്യങ്ങൾക്കാണോ അതോ തങ്ങളുടെ കൂടെ എന്താവശ്യത്തിനും തങ്ങളുടെ വോട്ട് ബാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനായിരിക്കോ ഗവൺമെന്റുകൾ മത്സരിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട്
അതിനെ മറികടക്കാൻ നമുക്കൊരു വഴിയേ ഉള്ളൂ. നമ്മൾ സംഘടിതരായിട്ട് മാറുക, നമ്മൾ ഒന്നിച്ച് നിൽക്കുക. രണ്ട്, ഈ നമുക്കെതിരെയുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്നും തുടർന്ന് വന്നിട്ടുള്ള വിവേചനം, അതിന്റെ അത്യുന്നത ശൃംഖലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനെ പിടിച്ചു കെട്ടാൻ പറ്റണമെങ്കിൽ ഈ ഒരു സംഘടിത മൂവും അതുപോലെ നിയമയുദ്ധങ്ങളിലും നമ്മൾ ആരംഭിച്ചു പറ്റൂ. ഇപ്പൊ കോശി കമ്മീഷന്റെ പേരിലാണെങ്കിൽ പോലും കോടതി നടപടികളിലേക്ക് നീങ്ങുവാനുള്ള ഒരു സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ പതുക്കെ ചിന്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. നീതിപീഠങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ആശ്വാസം തേടിക്കൊണ്ട് പോകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അതിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ സ്റ്റെപ്പിലും പോകണം. നമുക്ക് ഈ ഒരു വിഷയം മാത്രമല്ല, നമ്മുടെ കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല, EWS ഉണ്ട്, നമ്മുടെ കാർഷിക പ്രശ്നങ്ങളുണ്ട്, തീരദേശ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ യുവതീവാക്കന്മാരുടെ അൺഎംപ്ലോയ്മെന്റ് മേഖലകളുണ്ട്, ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖലകളിലെ തകർച്ചകളുണ്ട്, നമ്മുടെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ മേലെ ഗവൺമെന്റിന്റെ കൈകടത്തലുകൾ, ആ ഇഷ്യൂസ് എല്ലാം നമ്മുടെ എല്ലാ വിധത്തിലും ഇവിടുത്തെ ന്യൂനപക്ഷത്തെ തകർത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് ഞാനൊരു ചെറുതായിട്ടൊരു കാര്യം പറയാം. JJ ആക്ട് ഇവിടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. ജൂനിയർ ജസ്റ്റിസ് ആക്ട് വളരെ കർശനമായിട്ട് നടപ്പിലാക്കി. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നടത്തിക്കൊണ്ടിരുന്ന 99% ബാലഭവനുകളും കുട്ടികളുടെ കേന്ദ്രങ്ങളും നിർത്തലാക്കപ്പെട്ടു. ഈവൻ മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളടക്കം ഇന്ത്യയിൽ പൂട്ടപ്പെട്ടു. എന്നാൽ അതായത് ഈ JJ ആക്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ, ഒരു നിയമത്തിന് മുമ്പില് ഒരു പുല്ലുവില പോലും കൊടുക്കാതെ ഇന്നും ഈ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന സമൂഹങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ അവരുടെ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക്, അവിടെയുള്ള അന്തേവാസികൾക്ക് ആനുപാതികമായിട്ട് അവിടെ ഡോക്ടർമാരുണ്ടോ നേഴ്സുമാരുണ്ടോ എന്ന് കാണിച്ചു തരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഈ പരസ്യമായ അനീതി ഇനി വേണ്ട. നമുക്ക് തിരുവനന്തപുരത്ത് ഓഫീസുണ്ട്, ചർച്ച് വാളിന്. ഈ ചർച്ച് വാളിന്റെ തിരുവനന്തപുരത്ത് ഓഫീസ് ഇരുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അവിടുത്തെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന്റെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് പോലെയുള്ള വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന വേദനിപ്പിക്കുന്ന സംഭവം എന്നറിയോ? അവിടെ ഇതൊരുമാതിരി ഗൾഫിൽ പോയി, ഒരുമാതിരി സൗദി അറേബ്യയിലോ ഖത്തറിലൊക്കെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാ ഓഫീസുകളിലും. അവിടുത്തെ മെയിൻ പോസ്റ്റുകൾ കംപ്ലീറ്റ് അവരാ. ഇപ്പൊ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ അച്ഛൻ പറഞ്ഞു, ആ കോർപ്പറേഷനിൽ ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന MD, അതിന് മറ്റ് ഭാരവാഹികൾ, മറ്റ് ഓഫീസർമാര്, ഇവിടെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആരോ ഒരാള് ഈ ഇടയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രകാശ് P. തോമസ് ആണ്. അദ്ദേഹം പറഞ്ഞു, ഈ കേരളത്തില് ക്രൈസ്തവരായിട്ടുള്ള പുരുഷന്മാരില്ലാഞ്ഞിട്ടാണോ എന്നൊരു ചിന്ത. ധനകാര്യ കോർപ്പറേഷനിലെ അവസ്ഥ അങ്ങനെയാണ്. ഇനി ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് വന്നേ, ആ കമ്മീഷനിൽ ഒരു അംഗ പേരിന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ, ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയാണോ? പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിന് അപ്പുറത്തേക്ക് ഈ വിശ്വാസ സമൂഹത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിന് ഗുണം കിട്ടുന്ന ഒരാളെ ആ പോസ്റ്റിലേക്ക് വെക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു ചിന്തിക്കേണ്ടതുണ്ട്. ആ ഗവൺമെന്റിനെ അതിലേക്ക് നിർബന്ധിക്കാൻ പറ്റുന്നില്ല. അവിടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. കമ്മീഷനിലെ 2 അംഗങ്ങൾ പോട്ടെ, ആ 2 അംഗങ്ങള് നിയമനിർമ്മാണത്തിലൂടെ ജലീലിന്റെ കാലഘട്ടത്തിൽ, KT ജലീലിന്റെ കാലഘട്ടത്തിൽ അവിടെ കയറ്റി മറ്റൊന്നാക്കിക്കൊണ്ട് മറ്റൊരു ആക്കിക്കൊണ്ട് നടത്തിയ നടപടി നമുക്കറിയാം. ആ മെമ്പർമാര് പോട്ടെ, അവിടുത്തെ മെമ്പർ സെക്രട്ടറി, ആ സെക്രട്ടറി അടക്കം കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ആ സമൂഹത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരു വിലയും ഗവൺമെന്റുകൾ തരുന്നില്ല. ആ നിലപാട് തന്നെയായിരിക്കും ഈ കോശി കമ്മീഷന്റെ കാര്യത്തിലും നടപ്പിലാക്കുക എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം റോബിൻ. അതായത് ഈ കോശി കമ്മീഷൻ നടത്തിയ പഠനം, അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ഭൂരിപക്ഷ വിഭാഗമായ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. ഈ പ്രശ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട്, തീരദേശ മേഖലയായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടോ, വിദ്യാഭ്യാസ മേഖലയായിട്ടോ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും വിദഗ്ധരെ ഈ കമ്മീഷനിൽ വെക്കുവാനോ, അല്ലെങ്കിൽ ഇപ്പൊ വീണ്ടും അത് സെക്രട്ടറി തലത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചീഫ് സെക്രട്ടറി തലത്തില് ഒരു ഉദ്യോഗസ്ഥ തലത്തെ
ഇതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിയമിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ കാർഷിക മേഖലയിലെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെയോ തീരദേശ മേഖലയിലെയോ സാമ്പത്തിക മേഖലയിലെയോ അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖലയിലെയോ വിദഗ്ധരെ ഉൾപ്പെടുത്താത്തത് തന്നെ, അങ്ങനെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊന്നും വെറും വെള്ളപൂശലാണ്, ഇത് വെറും പൊടിയിടലാണ്. ഇത് അടുത്ത ഇലക്ഷന്റെ സമയത്തും അടുത്ത അസംബ്ലി ഇലക്ഷന്റെ സമയത്തും ഇത് തന്നെ പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരാനാണ് സാധ്യത. ഇതിനെ നേരിടാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ സംഘടിതരായിട്ട് ഇത് സാധിച്ചു കിട്ടുന്നത് വരെ, ഇത് മേശപ്പുറത്ത് വെക്കുന്നത് വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുവാൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വന്ന് ആ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നീങ്ങാൻ ക്രൈസ്തവ സമൂഹം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആ വലിയൊരു വിഭാഗം നീങ്ങാൻ തയ്യാറായാൽ ഗവൺമെന്റ് ഒരു അനക്കം വരും. കാരണം ഗവൺമെന്റ് മനസ്സിലാകും ഇത് കൈവിട്ട കളിയാണ്, ഇത് വീണ്ടും ഒരു വിമോചന സമരത്തിലേക്കുള്ള ഒരു പോക്കാണോ എന്നൊരു ചിന്ത കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള റോബിൻ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വീണ്ടും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ അവര് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പ്രതിപക്ഷങ്ങളായാലും ഭരണപക്ഷങ്ങളായാലും അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാനേ സാധ്യതയുള്ളൂ. നമുക്ക് നീതി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. നമ്മുടെ സമൂഹത്തോട് നമുക്ക് വാഗ്ദാനം ചെയ്യാനും പറ്റുകയില്ല. ഫാദർ, ഇപ്പോൾ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം വന്നാലും ഇത് എത്രത്തോളം നടപ്പിലാക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക വെറുതെ ഉണ്ടായതല്ല, മുൻകാലങ്ങളിൽ ഇവർ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായ ആശങ്കയാണ്. അപ്പോൾ ഇതിന് നമ്മൾ പ്രഷറൈസ് ചെയ്യുകയും സമുദായം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനു വേണ്ടിയിട്ട് അവരെ പ്രഷർ ചെയ്ത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രഷർ ചെയ്ത്, ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെല്ലാം കണ്ടതാണ്. അപ്പൊ അതുപോലെ പ്രഷർ ചെയ്ത് അതുപോലെ നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനു വേണ്ടി നമ്മൾ പ്രതികരിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായും. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അപജയം എന്ന് പറയുന്നത് മജോറിറ്റേറിയനിസം ആണ് എന്ന് ഈ ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ രൂപീകരണ സമയത്ത് പറഞ്ഞു വെച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മജോറിറ്റേറിയനിസം? അത് ഏതെങ്കിലും ഒരു വിഭാഗം സംഘടിതമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതാണ് മജോറിറ്റേറിയനിസം. അതൊരു തരം അനാർക്കിയിലേക്ക് നയിക്കും. കേരളത്തിന്റെ സാഹചര്യം ഇന്ന് വിലയിരുത്തുമ്പോൾ ഇത് വളരെ സത്യമായിട്ട് മാറിയിരിക്കുകയാണ്. അനാർക്കിയാണ് ഇവിടെ നടക്കുന്നത്. ജനാധിപത്യം പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ സംഘടിതമായും പ്രത്യക്ഷമായും ഒരേ ഒരു സംഘടിത മതവിഭാഗത്തിന് പിന്നാലെ പരക്കം പായുന്നതിന്റെ പരിണിത ഫലമാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ പ്രതിഫലിച്ചത് എന്ന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് അപകടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഞാനത് വളരെ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി പറയാണ്. ഇവര് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ മത ന്യൂനപക്ഷ സംഘടനകളുടെ കളിപ്പാവകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘടനകൾക്ക് അവരുടെ സംഘടനയിൽ ആളെ നിർത്തണമെങ്കിൽ എന്ത് വേണം? ഇവർക്ക് ശത്രുവിനെ മുന്നിൽ നിർത്തിയേ പറ്റൂ. ഒരു വശത്ത് അവര് നോർത്ത് ഇന്ത്യയിലേക്ക്, കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കാണിച്ചുകൊണ്ട് ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതാ ഇവിടെ നമ്മളെല്ലാം ആക്രമിച്ച് കീഴടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവര് ഈ രീതിയിൽ നമ്മൾ എല്ലാ മേഖലകളിലും അനീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കാര്യം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവിടെ ഒരു സ്പർദ്ധ രൂപീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾ തമ്മിലാണ് ഒരു ഐക്യവും ബന്ധവും ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ ഇന്ന് ആ ബന്ധവും ഐക്യവും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ആരാ? അതിന് കാരണം ഈ പ്രബല ന്യൂനപക്ഷ മതവിഭാഗത്തിലെ അവരെ നയിക്കുന്ന ആളുകളുടെ ചില നിലപാടുകളാണ്. അതോടൊപ്പം അതിനോട് കൂട്ടിച്ചേരുന്ന അവരുടെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം,
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ ഈ ഡിഗ്രി കൊടുക്കുന്ന ആ ഒരു ചടങ്ങിൽ, അതിന്റെ സെറമണിയിൽ ഒരു പെൺകുട്ടി, മുസ്ലിം സമുദായത്തിലെ ഒരു പെൺകുട്ടി, അവൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പാലസ്തീന്റെ കൊടിയാണ്. അപ്പോൾ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു മത ന്യൂനപക്ഷ വിഭാഗത്തിന് തീരെഴുതി വെച്ചിരിക്കുകയാണോ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം ഇത് ഞാൻ പറയാനൊരു കാരണം ഞാൻ പറയാം. ഈ ജൂലൈ 3-ാം തീയതി എല്ലാ യൂണിവേഴ്സിറ്റികളിലും, കേരളത്തിലെ MG യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ജൂലൈ 3-ാം തീയതി കേരളത്തിലെ മാർത്തോമ നസ്രാണികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് കണ്ട് പരീക്ഷകൾ മാറ്റിവെച്ചു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധികാരികളോട് രേഖാമൂലവും അല്ലാതെയും ഒക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പരീക്ഷകൾ മാറ്റി. ഒരേ ഒരു പരീക്ഷ മാത്രമാണെന്നുള്ളത്, ഒരു PG എക്സാം ആണ്, അതൊന്ന് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അവരതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? വാക്കാൽ പറഞ്ഞ മറുപടി ഇങ്ങനെ സെന്റ് തോമസും സെന്റ് ഫ്രാൻസിസും സെന്റ് ജോർജും ഒക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും, അതിന്റെയൊക്കെ പേരിൽ ഓരോരുത്തർ പറയുമ്പോ ഇത് മാറ്റിവെക്കാൻ പറ്റിയല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അധികാരത്തിലിരിക്കുന്ന ആളുകൾ, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അജണ്ടകളോട് അവർക്ക് അനുഭാവപൂർണമായിട്ടുള്ള സമീപനം പുലർത്തുന്നതെന്ന് മാത്രമല്ല, അതിനെ അവർ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം. നേരെ മറിച്ച് ഒരു സെക്കൻഡ്, അത് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം അപകടകരമാണ് ഇതിനകത്ത് മത തീവ്രത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹയർ ഒഫീഷ്യൽസിനകത്ത് എത്രത്തോളം കയറി കൂടിയിട്ടുണ്ടെന്നും കൂടി നമ്മൾ എടുത്തു പറയണം. മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം ജൂലൈ 3 എക്സാം മാറ്റിവെച്ച സ്ഥിതിയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ എക്സാം മാറ്റിവെക്കില്ല, ജൂലൈ 3 തന്നെ നടത്തും എന്നുള്ള പിടിവാശി പറയുന്നു. അച്ഛൻ പറഞ്ഞോളൂ, ഞാൻ കൂട്ടിച്ചേർന്നു. അത് വലിയ ധാർഷ്ട്യത്തോടു കൂടിയാണ്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇതിനോടൊപ്പം ഈ ക്രൈസ്തവ സമൂഹം എവിടെയാണ് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ജോലി സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. പക്ഷെ MG യൂണിവേഴ്സിറ്റിയുടെയോ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എത്ര കോഴ്സുകൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയമാണത്. അപ്പൊ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലും വലിയ രീതിയിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രീണന ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ JB കോശി കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ പാലുളി മുഹമ്മദ് കുട്ടി കമ്മീഷന്റെ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ KT ജലീൽ. ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അത് എഴുതാൻ ചില രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഒരു മുസ്ലിം ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് സ്ഥിരമായിട്ട് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ ജനങ്ങളുടെ വോട്ടില്ലാതെ തന്നെ ഈ വ്യക്തിക്ക് ജയിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ വെച്ചുകൊണ്ട് ഇവിടെ ക്രൈസ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ എഴുത്തുകൾ നടത്തിയ, ഇപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിൽ കണ്ടു, മഹലുകളോട് ചേർന്ന് ബ്രാക്കറ്റിൽ ഇടവകകൾ. എനിക്ക് അത്ഭുതം തോന്നി. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഒരു വിഭാഗം, AP വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ആള് മദ്രസകളോട് ചേർന്നുള്ള അവരുടെ മോസ്കുകളോട് ചേർന്നിട്ടുള്ള മദ്രസകളാണ് പിന്നീട് പള്ളിക്കൂടങ്ങളാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള നീക്കം വളരെ സംഘടിതമാണ്. അത് മത നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറുവശത്ത് ഈ മതവിഭാഗത്തിന്റെ തീവ്ര രാഷ്ട്രീയ നിലപാടുകളുള്ള രാഷ്ട്രീയക്കാരിൽ നിന്നുണ്ടാകുന്നു. ആരാണ് യഥാർത്ഥത്തിൽ KT ജലീൽ എന്ന് നമുക്കറിയാം, പഴയ സിമി പ്രവർത്തകനാണ്. അവസാനമായിട്ട് ശ്രീ റോണി അഗസ്റ്റിൻ, നമുക്ക് ഫാദർ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കോൺഗ്രസ് ആണ് മാറി മാറി ഭരിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷവും ഓരോ രീതിയിൽ എല്ലാം വിഭജിച്ച് വെച്ചിരിക്കുകയാണ്.
അത് ഇവരുടെ ഈ വിഭജനം മൊത്തം ഇപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ വിഭജിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി മാറി വന്നാലും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നേട്ടം, എന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് എത്രത്തോളം വകയുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഇവർ കാണുന്ന ഈ രാഷ്ട്രീയ ഇക്വേഷനും അപ്പുറത്ത് ക്രിസ്ത്യാനികൾ പുതിയ ഒരു രാഷ്ട്രീയ ഇക്വേഷനിലേക്ക് സ്വയം മാറേണ്ട ഒരു കാലഘട്ടം അനിവാര്യമായി മാറിയിരിക്കുകയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഇതൊരു പ്രസക്തിയുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിൽ നിന്ന് തുടർച്ചയായി ക്രൈസ്തവരോടുള്ള അവഗണന വിവിധ സംവിധാനങ്ങളിലൂടെയും രാഷ്ട്രീയ സംവിധാനങ്ങളിലും ഭരണ സംവിധാനങ്ങളിലൂടെയൊക്കെ വന്നതിന്റെ വെളിച്ചത്തിലും അത് പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ക്രൈസ്തവര് കുറേശ്ശെ ഇടതുപക്ഷ സർക്കാരുമായിട്ടുള്ള ഒരു, കാരണം നമുക്ക് അവരുടെ ഭാഗത്തു നിന്നൊക്കെ പിന്തുണയൊക്കെ കിട്ടി വന്നിരുന്നു. അതും ഇപ്പോൾ ഒരു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഇവിടെ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. പക്ഷെ മൂന്നാമത് ഇനിയിപ്പോ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക്, BJP-യിലേക്ക് ക്രൈസ്തവർ മാറി ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ ഉണ്ടായി വരും. കാരണം തൃശ്ശൂരത്തേക്ക് ഒരു സാഹചര്യം ഇപ്പോൾ ഇലക്ഷന്റെ പശ്ചാത്തലമൊക്കെ കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പല വിഷയങ്ങളും സമുദായ അംഗങ്ങളുടെ ഇടയിൽ, ക്രൈസ്തവ അവഗണനകൾ സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വീടുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ഈ വിഷയങ്ങളൊക്കെ നമ്മളോട് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു വിഷയമാണ് റിസർവേഷൻ 50% ഉയർത്തണം എന്നുള്ളത്. ആരെ പ്രീണിപ്പിക്കാനാണ്? ഇതെന്താ ആളുകൾക്കൊന്നും മനസ്സിലാവാത്ത ഒരു വിഷയമാണ്. 50% മുകളിലേക്ക് റിസർവേഷൻ ഉയർത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൃത്യമായ ലക്ഷ്യം നമുക്ക് മനസ്സിലാവും. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നേരത്തെ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സർക്കാർ ജോലികളില് മുന്നോക്ക വിഭാഗക്കാർക്ക് പങ്കാളിത്തം കൂടുതലാണ്, പിന്നോക്കക്കാർ തള്ളപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടൊരു പഠനവും നിയമസഭയിൽ ഒരു സബ്മിഷനൊക്കെ വരികയും അതിന് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിന്റെ ഇടപെടൽ. ഇതെല്ലാം കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാത്ത ഒരു സാഹചര്യം, JB കോശി കമ്മീഷനോട് വിവിധ രൂപതകൾ പഠനങ്ങളിലൂടെ കൃത്യമായി ഡാറ്റകൾ വെച്ച് പഠനങ്ങൾ നിരത്തി കൊടുത്തിരുന്നു. എന്താണ് 2000-ന് മുമ്പ് ക്രൈസ്തവർ സർക്കാർ ജോലികളിൽ ഉണ്ടായ പങ്കാളിത്തം എത്ര ശതമാനം, 2000-ന് ശേഷം എത്ര ശതമാനം, 2011-ലെ സെൻസസിന് ശേഷം എത്ര ശതമാനം, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠന റിപ്പോർട്ട് കമ്മീഷൻ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൈസ്തവര് സർക്കാർ ജോലികളിൽ വളരെ പിന്നാക്കം ഓരോ വർഷവും അപ്പോയിന്റ്മെന്റുകൾ നേടുന്നതിൽ പിന്നാക്കം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. പക്ഷെ ആ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുന്നില്ല. സമുദായ നേതാക്കളുമായിട്ട് അതിന്റെ മേൽ നടപടികൾ എടുക്കാൻ തയ്യാറാവുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ സർക്കാർ ജോലികളിൽ പിന്നോക്ക വിഭാഗക്കാരുടെ പങ്കാളിത്തക്കുറവ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡാറ്റയും കാര്യങ്ങളും കൃത്യമായി അതിനുള്ള മറുപടികളും കൊടുക്കേണ്ട വിഷയമാണ്. പക്ഷെ സർക്കാരിനോടും ഇതുമായിട്ട് വിഷയപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച നടക്കുമ്പോൾ അവരോട് ഒരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട്. ഇത്തരം പഠനങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഡാറ്റകൾ പുറത്തേക്ക് വിടുമ്പോൾ 2010-ന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ, അതായത് 2009-ഓ 2010-ന് ശേഷമോ വിവിധ സമുദായങ്ങളിലെ താഴെത്തട്ട് അല്ലെ പിന്നോക്ക ജാതിയോ മുന്നോക്ക ജാതിയോ എങ്ങനെ വേണേലും എടുക്കട്ടെ, വിവിധ ജാതികൾ സർക്കാർ ജോലികളിലേക്ക് കയറിയതിന്റെ കണക്കും കൂടി പ്രസിദ്ധീകരിക്കണം. അപ്പോഴാണ് ഇനിയുള്ള ഡാറ്റകൾ കൃത്യതയോടെ വിലയിരുത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ക്രൈസ്തവർ കുറെ പേരുണ്ട് റിട്ടയർമെന്റിന് 2 വർഷം 4 വർഷം 10 വർഷം 5 വർഷം കഴിഞ്ഞാൽ റിട്ടയർ ആയി പുതിയ അപ്പോയിന്റ്മെന്റുകൾ പുതിയ ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ളവർ അല്ലെ മുന്നോക്ക ജാതിയിലുള്ളവർ അപ്പോയിന്റ്മെന്റ് നേടുന്നുണ്ടോ എന്നുള്ളതും ഡാറ്റ വെച്ച് വിശകലനം ചെയ്യണം. എന്നിട്ട് വേണം 50%-ൽ കൂടുതൽ സംവരണം പരിധി ഉയർത്തണോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസ് പോലും ചിന്തിക്കാൻ. അപ്പോൾ ഈ അങ്ങ് ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്.
പ്രീണന രാഷ്ട്രീയം മുന്നിട്ട് അത് തന്നെ മുഖ്യ അജണ്ടയായി രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ ക്രൈസ്തവർ മാറി ചിന്തിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടുമെല്ലാം മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളോടുമെല്ലാം പറയുവാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടാകാം, അങ്ങനെ പല താല്പര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാമുള്ള ഒരു ജനതയാണ് മറുവശത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ആ ജനതയുടേതായ വഴിക്ക് നിങ്ങളെ വിട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി.